ഇന്ത്യ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് രൂപീകരിക്കുന്നതിന് മുമ്പേ മറ്റൊരു രാജ്യത്തിനു വേണ്ടി ഒരു രഹസ്യാന്വേഷണ ഏജൻസി നിർമ്മിച്ചു നൽകിയിരുന്നു. ഈ നിശബ്ദ ദൗത്യത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം മറ്റാരുമായിരുന്നില്ല, RN കാവോ. 1957 ക്വാമി എൻക്രുമയുടെ നേതൃത്വത്തിൽ ഘാന സ്വാതന്ത്ര്യം നേടിയ കാലം. ശീതയുദ്ധം മുറുകുന്ന ആ സമയത്ത് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശക്തമായ ഒരു രഹസ്യാന്വേഷണ ശൃംഖല എൻക്രുമയ്ക്ക് ആവശ്യമായിരുന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പകരം ഇന്ത്യയെപ്പോലെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ സഹായമാണ് അദ്ദേഹം തേടിയത്. ഘാനയുടെ രഹസ്യാന്വേഷണ സംവിധാനം കെട്ടിപ്പടുക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായ RN കാവോയെ അയച്ചുകൊണ്ടാണ് നെഹ്റു ഇതിനോട് പ്രതികരിച്ചത്. 1958 മുതൽ 60 വരെ ഒരു പ്രത്യേക ദൗത്യത്തിനായി കാവോ ഘാനയിലേക്ക് നിയോഗിക്കപ്പെട്ടു. കാവോ ഘാനയിലെത്തുമ്പോൾ സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പരിശീലനം ശ്രദ്ധിച്ച പ്രൊഫഷണലുകളായിരുന്നില്ല. മറിച്ച് എൻക്രുമ നേരിട്ട് തിരഞ്ഞെടുത്ത രാഷ്ട്രീയ അനുയായികളായിരുന്നു. എന്നാൽ അവരെ എതിർക്കുന്നതിന് പകരം അവർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നത് എൻക്രുമയുടെ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്ന് കാവോ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവർക്ക് പരിശീലനം നൽകുകയും സിസ്റ്റം ക്രമീകരിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഘാനയുടെ ആദ്യ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ ഫോറിൻ സർവീസ് റിസർച്ച് ബ്യൂറോയ്ക്ക് കാവോ അടിത്തറയിട്ടു. ഔദ്യോഗികമായി അദ്ദേഹം ഒരു ഉപദേശകൻ മാത്രമായി. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഏജൻസിയുടെ അമരക്കാരൻ അദ്ദേഹം തന്നെയായിരുന്നു. കാര്യങ്ങൾ സുഗമമായി നീങ്ങുന്നതിനിടയിലാണ് നമ്മുടെ അയൽ രാജ്യം ഇതിൽ ഇടപെടുന്നത്. പാകിസ്ഥാൻ ഈ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ പങ്കിനെ ചോദ്യം ചെയ്യുകയും ഘാനയുടെ സുരക്ഷാ സംവിധാനത്തിൽ കടന്നുകൂടാൻ ശ്രമിക്കുകയും ചെയ്തു. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സുരക്ഷാ പുനഃപരിശോധനാ സമിതിയും പാകിസ്ഥാൻ, ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങളെയും ഉൾപ്പെടുത്താൻ എൻക്രുമ നിർബന്ധിതനായി. ഇത് ഇന്ത്യയുടെ പ്രയത്നങ്ങളിലുള്ള നേരിട്ടുള്ള ഇടപെടലായി കാവോ കണ്ടു. എന്നാൽ വികാരാധീനനായി പ്രതികരിക്കുന്നതിന് പകരം സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ബുദ്ധിപരമായ നയതന്ത്രത്തിലൂടെ അദ്ദേഹം പ്രാദേശികമായി മാത്രമല്ല M15, CIA, മൊസാദ് തുടങ്ങിയ ആഗോള രഹസ്യാന്വേഷണ ശൃംഖലകളുമായും ബന്ധം സ്ഥാപിച്ചു. വെറുമൊരു ഉപദേശകനായിരിക്കെ തന്നെ ഘാനയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതല കൂടി അദ്ദേഹം ഏറ്റെടുത്തു. രാഷ്ട്രീയ സങ്കീർണതകളും പരിശീലനം ലഭിക്കാത്ത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നിട്ട് കാവോ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 1960 ആയപ്പോഴേക്കും ബ്യൂറോ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ശക്തമായ ഒരു രഹസ്യാന്വേഷണ സംവിധാനം ഘാനയിൽ നിലവിൽ. വർഷങ്ങൾക്ക് ശേഷം 1968 ഇന്ത്യ സ്വന്തമായി ഒരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇതേ വ്യക്തിയെ തന്നെയാണ് ദൗത്യം ഏൽപ്പിച്ചത്. ഘാനയിലെ തന്റെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചാണ് RN കാവോ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ചാരസംഘടനയായ റോ രൂപകൽപ്പന ചെയ്തത്. മറ്റൊരു രാജ്യത്തെ സഹായിക്കാനായി തുടങ്ങിയ ആ ദൗത്യം പിന്നീട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ കരുത്തിന്റെ ആണിക്കല്ലായി.